അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ്. ഞാൻ എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കുടുംബപരമായിട്ട് എല്ലാവർക്കും വില്ലെഴുതി ചാർത്തി തന്ന അവകാശമല്ല. ഭഗവാന്റെ ചെമ്പിന് കണക്കെടുക്കട്ടെ, സ്വർണത്തിന് അവർക്ക് കണക്കെടുക്കാൻ ഒക്കത്തില്ല. അത് പുതിയ നൊബേൽ സമ്മാനത്തിനുള്ള രസതന്ത്രമായി കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിയും അവരുടെ സർക്കാരും പുതിയ രസതന്ത്രമാണ് കുറിച്ചിരിക്കുന്നത്. നൊബേൽ സമ്മാനം കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും വലിയ അവഹേളനം എന്നാണ്. ഇനിയിപ്പം കേരള സർക്കാർ ഇത് പറഞ്ഞ് അവഹേളിച്ചതുകൊണ്ട് ഒരു നൊബേൽ പരമ്പര കൂടി ഇവിടെ പത്മ പുരസ്കാരത്തിനും പാരലായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നൊബേൽ പരമ്പര കൂടി അവരെ ആരംഭിക്കട്ടെ. അതിനും ഈ കലുങ്ക് സംഗമവും ഞാനും കാരണമാവട്ടെ. നന്ദിപൂർവം സ്മരിക്കും. അയ്യപ്പനെ സംബന്ധിച്ച് ഇതുവരെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കർമ്മയാണ്. ഏതൊക്കെ തരത്തിലാണ് അവഹേളിക്കാൻ നോക്കിയത്? അയ്യപ്പനെ തലോടണം. ശബരിമലയിലെ അയ്യപ്പന് ദൈവസ്വരൂപം നമ്മൾ ആരാധന കൃത്യമായി യുഗങ്ങളായി നടന്നു പോരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിലെ ഒരു മനുഷ്യ സ്വരൂപമുണ്ട്. അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ്. ഞാൻ എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കുടുംബപരമായിട്ട് എല്ലാവർക്കും വില്ലെഴുതി ചാർത്തി തന്ന അവകാശമല്ല. ഓരോ വിശ്വാസിയുടെയും കുടുംബത്തിൽ ഇതൊരു വലിയ ആചാരാനുഷ്ഠാനമാണ്. അത് ഭാരതത്തിലെന്നല്ല, ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പോലും മാസത്തുറപ്പിന് വരുന്ന ഭക്തരുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട്. അത് പ്രായമറിയിക്കുന്നതിന് മുമ്പ് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ പാരമ്പര്യത്തിന് ശക്തി പകർന്നാണ് പോകുന്നത്. ആൺകുട്ടികളെ 4 വയസ്സ് 5 വയസ്സ് മുതൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ പെൺമക്കളെയും അവർ പ്രായം ഈ വർഷം അറിയിക്കുമെന്ന് തോന്നിയ വർഷം കൊണ്ടുപോയിട്ടില്ല. അല്ലാതെ 6 or 7 പ്രാവശ്യം എൻ്റെ പെൺകുട്ടികളും അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ 2018 ഇതെവിടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം അതൊരു രാഷ്ട്രീയമല്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോഴും ശബരിമലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തികഞ്ഞ ഭക്തനാണ്. ഞാനൊരു ഭക്തനാണ് എന്ന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം. ഇതൊരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പൻ. മലയാളി കുടുംബങ്ങളുടെ വില്ലെഴുതി പതിച്ച് കിട്ടാത്ത കോൺസെപ്ച്വൽ സ്പിരിച്വൽ സ്വത്താണ് ശബരിമല. ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാവരും ഉണ്ട് അതിനകത്ത്. നമുക്കറിയാം വിജിലൻസ് അന്വേഷണം ആരുടെയൊക്കെ പേരിലുണ്ടെന്ന്. അവരന്നേരവും ഒരില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞുകൂടാ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത്. ഇല്ലാത്ത കേസുകൾ എൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചതിന്, എന്നെ അതുവഴി അങ്ങ് പൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ചതിന് മറുപടി ഇനി പറയേണ്ടി വരും. ആരൊക്കെ ആ കേസുകൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട്? ഞാൻ ഈശ്വരന്റെ ഓഡിറ്റ് ബുക്കിൽ മാത്രമാണ് ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. അത് ഓരോ വിശ്വാസിയുടെയും പരമപ്രധാനമായ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നത് അവരുടെ തത്വം ജനിച്ച നാട്ടിലുണ്ടായ സാഹിത്യകൃതി കൂടിയാണ്. ക്രൈം ആൻഡ് പണിഷ്മെന്റ് അല്ലേ? അപ്പോ രസതന്ത്രങ്ങൾ രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് വേണ്ടി അങ്ങനെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും. ചെമ്പ് സ്വർണ്ണ രസതന്ത്രം നടത്താൻ പോകുന്നത്, അതിന് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു വിശ്വാസികളെന്നല്ല, എല്ലാ മതവിശ്വാസികൾക്കും ജാഗരൂകത. അവരെ ആര് നിയന്ത്രിക്കണം? അവരെ ആര് ഭരിക്കണം? മോദിജി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, വി ഹാവ് നോട്ട് കം ടു റൂൾ ദിസ് കൺട്രി, വി ഹാവ് കം അപ്പ് ടു govern this country and steer this country into prosperity which was lost through
many decades. ദശാബ്ദങ്ങളായിട്ട് ഒരുപക്ഷെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് ഈ രാജ്യം പോകേണ്ടതിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തി സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास.